ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ മൂത്ത സഹോദരൻ ഗംഗാധരനും മാലതിയും കൂടെ ബാലചന്ദ്രനെ കാണാനായിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ബാലചന്ദ്രന്റെ മൂഡ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് കടപ്പാട്ടൂരിലേക്കാണ് വരുന്നത്. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ അലീനയായിരിക്കും. അവർ കണ്ട ഉടനെ പരസ്പരം നോക്കുകയാണ് കേട്ടോ, ഇതേതാ പുതിയൊരു കുട്ടി എന്ന് വെച്ചിട്ട്. അതിനുശേഷം നമ്മുടെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അതൊരു വീടല്ലായിരുന്നു, അനാഥാലയായിരുന്നു എന്ന് പറയുമ്പോൾ ഗംഗാധരനും മാലതിയും ഒന്ന് ഞെട്ടാണ് കേട്ടോ. കാരണം ഇതുകൊണ്ടാണോ ബാലചന്ദ്രൻ അവിടെ വന്നിട്ട് വൈജയന്തിയുടെ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചത് എന്ന് നല്ല ഡൗട്ട് ആവുകയാണ് കേട്ടോ. അതിനുശേഷം ഗംഗാധരൻ ചോദിച്ചു, അപ്പോ നിന്റെ അച്ഛനും അമ്മയും ആരാന്നറിയില്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയണം എന്നൊക്കെ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങടെ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, റെസ്റ്റ് വേണമല്ലോ, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും എന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന വൈജയന്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അയാള്. അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഭയങ്കര ശോഭിതയായിട്ട്, വഴിയിൽ കൂടെ പോകുന്നവർക്ക് കാണാം, മക്കൾക്ക് കാണാം, പെങ്ങടെ ഭർത്താവിന് വരെ കാണാം, പക്ഷെ വൈജയന്തിക്ക് മാത്രം എന്താ ഇത്ര ഭ്രഷ്ട്, എന്താ കാര്യം? അത് മനുവിന്റെ അടുത്തുകൂടെ ചോദിക്കുമ്പോൾ മനു അങ്ങ് പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.